ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് നോക്കണമെങ്കിൽ ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് എന്താ ഫുൾ എ പ്ലസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ ആദ്യം മുതലേ ഫുള്ള് പഠിച്ച് അങ്ങനെയൊന്നും പോയിട്ടില്ല. ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഞാൻ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. ശരിക്കും പറയട്ടെ ഗൈസ്, ഈ ഒരു സമയത്ത് കുറേ ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. ശരിക്കും പറയട്ടെ ഗൈസ്, ഇങ്ങനെ സ്ട്രെസ്സൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഗൈസ്, മാക്സിമം ചില്ലായിട്ട് നിൽക്കാം. ആകെ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടാൽ മതി. അതേപോലെ തന്നെ നിങ്ങളിപ്പം കുറച്ച് നേരം കൊണ്ട് എന്തൊക്കെയൊക്കെയോ കുത്തിക്കിട്ട് എന്തൊക്കെയൊക്കെയോ അങ്ങനെ പഠിച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അതിനെക്കായിട്ട് പഠിക്കുന്നതിന് നല്ലതിന് ഉപരി നിങ്ങളിപ്പോൾ 2-3 പാഠം നിങ്ങൾ പഠിച്ചെന്ന് കരുതുക, അത്യാവശ്യം എന്തൊക്കെയോ പഠിച്ചെന്ന് കരുതുക. ആ പാഠത്തിൽ നിന്ന് ഇനിയിപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ കിട്ടുമെന്നുള്ള രീതിയിൽ പഠിക്കാം. അത്രേ ഉള്ളടാ. ഇനിയിപ്പം നിങ്ങൾ മാക്സിമം മാർക്കിന് വെയിറ്റേജ് നോക്കി പഠിച്ച് വെക്കുക. അത്രേ ഉള്ളൂ. മാർക്കിന് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റ് ചെയ്ത് ചാപ്റ്ററാണോ ആ ചാപ്റ്റേഴ്സൊക്കെ മെയിൻലി പച്ചവെള്ളം പോലെ കുത്തിയിരുന്ന് പഠിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് കേസ് ഈ 10ാം ക്ലാസ്സാണ് ലാസ്റ്റ് ഇപ്പോൾ കുറേ മോഡലൊക്കെ കുറച്ച് നിങ്ങൾക്ക് മാർക്കൊക്കെ കുറഞ്ഞെന്ന് നിങ്ങൾക്ക് വിചാരിക്കും. പക്ഷേ കേസ് 10ാം ക്ലാസ്സാണ് ലാസ്റ്റ് നമ്മുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. ശരിക്കും പറയുന്ന കേസ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ പരീക്ഷ ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ശരിക്കും നിങ്ങളിപ്പം ഫുൾ എ പ്ലസ് കിട്ടാനൊക്കെ ആയിട്ട് ഇനി നിങ്ങൾക്ക് 4 മാർക്കൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കേസ് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം അവരെയൊക്കെ ഇട്ട് പോകും. നിങ്ങൾ സ്ട്രെസ്സൊന്നും അടിക്കുകയും വേണ്ട, മെയിൻലി സ്റ്റില്ലായിട്ട് ഇരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് പോയി നടന്നു നോക്കാം. അതുപോലെ തന്നെ അതും പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുക. അല്ലാണ്ട് ഇത്രയും സ്ട്രെസ് കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊന്നും പഠിച്ചിട്ട് ശരിക്കും നിങ്ങളെ വെറുതെ ഹെൽത്ത് കളയരുത്. അത്രയും പറയുള്ളൂ. എന്തായാലും കിട്ടാവുന്നേ ഉള്ളൂ ഈ ഫുൾ എ പ്ലസ് സംഭവങ്ങളൊക്കെ. ഞാനും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. ശരിക്കും പറയുന്ന കേസ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി, എന്നാൽ കിട്ടാവുന്നേ ഉള്ളൂ ഫുൾ എ പ്ലസ് ഒക്കെ. അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കാം കേട്ടോ.